ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധവും അത് വഴി തുറക്കുന്ന സൈനിക നീക്കങ്ങളും. പുറമെ സമാധാന ചർച്ചകൾ കേൾക്കുമ്പോഴും അണിയറയിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക ശക്തിയും തന്ത്രങ്ങളും മെനയുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവും ഇറാന്റെ മേൽ അദ്ദേഹം സ്വീകരിക്കുന്ന അങ്ങേറ്റത്തെ സമ്മർദ്ദ തന്ത്രവും മേഖലയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. ശത്രുരാജ്യങ്ങളുടെ അത്യാധുനിക വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ കണ്ടെത്തിയ ഏറ്റവും ശക്തമായ ആയുധം അവരുടെ ഭൂഗർഭ സൈനിക താവളമാണ്. ഉപരിതലത്തിൽ ബോംബുകൾ വർഷിച്ച് ഇറാന്റെ സൈനിക ശേഷി തകർക്കാമെന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കണക്കുകൂട്ടലുകളെ ഇറാൻ നേരിടുന്നത് ഡിസ്പേഴ്സണൽ ഐഡിയ എന്ന തന്ത്രത്തിലൂടെയാണ്. തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ, ആണവ സാങ്കേതികവിദ്യ എന്നിവ നൂറുകണക്കിനടി താഴ്ചയിലുള്ള കരിങ്കൽ തുരങ്കങ്ങളിലേക്ക് ഇറാൻ മാറ്റിയിരിക്കുന്നു. NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കഴിഞ്ഞ സൈനിക നീക്കങ്ങൾക്ക് ശേഷം ലഭിച്ച വെടിനിർത്തൽ സമയം ഇറാൻ ഉപയോഗിച്ചത് സമാധാനത്തിനല്ല, മറിച്ച് ഈ ഭൂഗർഭ അറകളിൽ നിന്നും ആയുധങ്ങൾ വീണ്ടെടുക്കാനും സൈനിക പുനഃസംഘടനയ്ക്കുമാണ്. ഈ മിസൈൽ സിറ്റികൾ ശത്രുവിന്റെ കണ്ണിൽ പെടാതെ ഏത് നിമിഷവും ആക്രമണം നടത്താൻ സജ്ജമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയം എപ്പോഴും പ്രവചനാതീതമാണ്. അവർ തെറ്റായ രീതിയിൽ പെരുമാറിയാൽ ആക്രമിക്കാൻ മടിക്കില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇറാന് നൽകുന്ന കനത്ത താക്കീതാണ്. ഇറാന്റെ അവശേഷിക്കുന്ന മിസൈൽ നിർമ്മാണ ശേഷി കൂടി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ച സൈനിക നടപടികൾ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറുമല്ല. അമേരിക്ക മുന്നോട്ട് വെച്ച 9 നിർദ്ദേശങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാൻ വഴി ഇറാൻ സമർപ്പിച്ച 14 സമാധാന പദ്ധതിയെ ട്രംപ് സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക, ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകുക എന്നീ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇറാന്റെ നേതൃത്വത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം ചർച്ചകളെ ബാധിക്കുന്നുണ്ടെന്നും അവർ ഒരു കരാറിനായി ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് അമേരിക്കയുടെ നിബന്ധനകൾക്ക് വിധേയമാക്കണമെന്നും ട്രംപ് നിർബന്ധിക്കുന്നു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചതുരംഗ പലകയാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ ഭൂരിഭാഗം കടന്നു പോകുന്ന ഈ പാതയിൽ ഇറാൻ പുലർത്തുന്ന നിയന്ത്രണം അമേരിക്കയെ ചൊടിപ്പിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കുമ്പോഴൊക്കെ ആഗോള എണ്ണവില കുതിച്ചുയരുകയാണ്. ഇത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സാമ്പത്തിക ഭദ്രതയും ബാധിക്കും. ഈ ഭീഷണിയെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. എന്നാൽ ഇറാന്റെ ഈ പാതയെ തങ്ങളുടെ ഏറ്റവും വലിയ നയതന്ത്ര വിലപേശൽ ആയുധമായി ഉപയോഗിക്കുകയാണ്. യുദ്ധം എന്നത് ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, പണം കൊണ്ടുകൂടിയാണ് വിജയിക്കേണ്ടത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അവകാശപ്പെടുന്നത് അമേരിക്കയുടെ നിലവിലെ സൈനിക നീക്കങ്ങൾ അവർക്ക് $100 ബില്യൺ നഷ്ടം വരുത്തിവെച്ചു എന്നാണ്. എന്നാൽ ഹാർവാർഡ് കെന്നഡി സ്കൂളിലെ പ്രൊഫസർ ലിൻഡ ബിൽമിസ് നൽകുന്ന മുന്നറിയിപ്പ് അതിലും ഭീകരമാണ്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളുടെ അനുഭവം വെച്ച് നോക്കിയാൽ ഇറാനുമായുള്ള ഒരു പൂർണ്ണ യുദ്ധം അമേരിക്കയ്ക്ക് $1 ട്രില്യൺ ചെലവ് വരുത്തിവെക്കും. സൈനിക താവളങ്ങളുടെ പുനർനിർമ്മാണം, അത്യാധുനിക ആയുധങ്ങളുടെ ഉപയോഗം, സൈനികരുടെ സംരക്ഷണം എന്നിവയ്ക്ക് പുറമെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യതയും ഈ യുദ്ധം മുൻനിർത്തി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്രയും വലിയൊരു തുക യുദ്ധത്തിനായി ചെലവഴിക്കുന്നതിനോട് അമേരിക്കൻ നികുതിദായകർക്ക് താല്പര്യമില്ല എന്നതും ട്രംപിന് വെല്ലുവിളിയാണ്. ഇറാഖ് യുദ്ധകാലത്ത് അമേരിക്കൻ ജനത ഭരണകൂടത്തിന് നൽകിയ വലിയ പിന്തുണ ഇപ്പോൾ കാണാനില്ല. സർവേ പ്രകാരം 10-ൽ 6 അമേരിക്കക്കാരും ഇറാനെതിരായ സൈനിക നീക്കങ്ങൾ തെറ്റായ തീരുമാനമാണെന്ന് കരുതുന്നു. വെറും 30% ആളുകൾക്ക് മാത്രമാണ് ട്രംപിന്റെ യുദ്ധതന്ത്രങ്ങളെ പിന്തുണയ്ക്കുന്നത്. ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന അമിത പിന്തുണയും ഇസ്രയേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കൻ സൈനികരെ മരണത്തിലേക്ക് തള്ളിവിടുന്നു എന്ന തോന്നലും ജനങ്ങൾക്കിടയിൽ ശക്തമാണ്. സാമ്പത്തിക മാന്ദ്യവും ഇന്ധനവില വർധനവും ജനജീവിതത്തെ ബാധിക്കുമ്പോൾ മറ്റൊരു വിദേശ യുദ്ധത്തിലേക്ക് രാജ്യം നീങ്ങുന്നതിനെ ഭൂരിഭാഗം അമേരിക്കക്കാരും എതിർക്കുന്നു. ഇറാനെതിരായ സൈനിക നടപടികൾ ഇസ്രയേലിന്റെ പങ്ക് അതീവ നിർണായകമാണ്. മേഖലയിൽ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയാൻ ഇസ്രയേൽ ഏതറ്റം വരെയും പോകും. ട്രംപിനെ ഇറാനെതിരായി കടുത്ത നടപടികളിലേക്ക് നയിക്കുന്നത് ഇസ്രയേലിന്റെ സ്വാധീനമാണെന്ന് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും വാദിക്കുന്നു. എന്നാൽ ഈ കൂട്ടുകെട്ട് പശ്ചിമേഷ്യ മൊത്തത്തിൽ ഒരു സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യ എന്നൊരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. ഒരു വശത്ത് തങ്ങളുടെ അസ്തിത്വം സംരക്ഷിക്കാൻ ഭൂമിക്കടിയിൽ ആയുധങ്ങൾ ഒരുക്കുന്ന ഇറാൻ, മറുവശത്ത് ഇറാന്റെ സൈനിക ശേഷി തകർത്ത് മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക ഇസ്രയേൽ സഖ്യം. ഇറാൻ കൈമാറിയ 14 നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ സമാധാനത്തിലേക്കുള്ള അവസാന കവാടമായേക്കാം. എന്നാൽ ട്രംപിന്റെ കടുംപിടുത്തവും ഇറാന്റെ ഭൂഗർഭ രഹസ്യ നീക്കങ്ങളും ഈ കവാടം അടയ്ക്കാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിലോ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലോ ഉണ്ടാകുന്ന ചെറിയൊരു ചലനം പോലും ലോകത്തെ 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഭൂമിക്കടിയിലെ രഹസ്യ അറകളിൽ നിന്നും ഇറാൻ തങ്ങളുടെ ആയുധങ്ങൾ പുറത്തെടുക്കുന്നത് വെറും ഒരു പ്രതിരോധമല്ല, മറിച്ച് ഞങ്ങൾ തോൽക്കാൻ തയ്യാറല്ല എന്ന ലോകത്തോടുള്ള പ്രഖ്യാപനമാണ്. ഈ മനഃശാസ്ത്ര യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നും ആര് തോൽക്കുമെന്നും തീരുമാനിക്കുന്നത് വരും ആഴ്ചകളിലെ നയതന്ത്ര നീക്കങ്ങളായിരിക്കും.